ഇക്കരെ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. അങ്ങയുടെ സുരക്ഷ ഞങ്ങളെ പോലും സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങോട്ട്. അപ്പൊ എങ്ങനെയാണിത്? അങ്ങയുടെ കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങ് ചില കാര്യങ്ങൾ അജിത് കുമാറിന് വിട്ടുവീഴ്ച ചെയ്യുന്നുള്ള അൻവർ ആരോപിക്കുന്നു. മാത്രമല്ല മരുമകന് വേണ്ടിയാണെന്നുള്ള ആരോപണങ്ങൾ വരുത്തി. ഇത് എന്താണ്? എന്താ ഞാൻ പറയാ അതിന്? എന്താ പറയേണ്ടത്? അല്ല നിങ്ങൾ പറ, ഞാൻ എന്താ പറയേണ്ടത്? എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടല്ലോ. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാറുടെ മകനാണ്. അദ്ദേഹം ഈ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നില്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പം എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. അങ്ങ് സാധാരണ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം വളരെ സീരിയസ് ആയി സുരക്ഷാ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഒരു ലേഖിക വരുമ്പോൾ സുബ്രഹ്മണ്യം ഉണ്ടെങ്കിൽ മറ്റൊരാളൊക്കെ അങ്ങ് അറിയാതെ കയറിയിരിക്കുകയോ അരമണിക്കൂർ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് വിശ്വസനീയമായ കാര്യമാണ്. അങ്ങ് അനുവദിക്കാറുണ്ടോ? സാധാരണ അങ്ങയുടെ സുരക്ഷ ഞങ്ങളെ പോലും സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങോട്ട്. അപ്പൊ എങ്ങനെയാണിത്? അപ്പൊ ഇതിൽ അറിയാത്ത കുറെ കാര്യങ്ങളില്ലേ സി എം? ഒരു സുരക്ഷാ പ്രശ്നമല്ലേ സി എം? അതിന് മറുപടി.